വിനു, ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് അതുമായി ബന്ധപ്പെട്ട് സാന്ദ്ര തോമസ് അവിടെ വലിയ ഒച്ചപ്പാടുണ്ടാക്കുന്ന അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വന്നിരുന്നു. അവർക്ക് അവിടെ മത്സരിക്കാൻ ബൈലോ പ്രകാരം യോഗ്യതയില്ല എന്നുള്ളതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ വാദം. അവരത് പ്രകാരം അവരുടെ പത്രിക തള്ളി, വലിയ വിവാദമായി, കോടതിയെ സമീപിച്ചു. അവിടുന്ന് അനുകൂലമായ വിധി ഉണ്ടായില്ല എന്നുള്ളതാണ് പറയുന്നത്. സാന്ദ്ര തോമസ് ഇപ്പോഴും ഈ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ അവകാശവാദം ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ആരോപണം. അപ്പോൾ ഈ ബൈലോ പ്രകാരം 3 സിനിമകളെങ്കിലും നിർമ്മിക്കണമെന്നുള്ളതാണ് വ്യവസ്ഥ. പക്ഷേ സാന്ദ്ര തോമസിന് ഇപ്പോഴത്തെ നിർമ്മാണ കമ്പനിക്ക് അതിന് അവകാശവാദം ഇല്ല. പക്ഷേ ഫ്രൈഡേ ഫിലിം ഹൗസ് വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞത് 8 സിനിമയെങ്കിലും അവർ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഫ്രൈഡേ ഫിലിം ഹൗസിൽ അവരുടെ പങ്കാളിയായിരുന്ന വിജയ് ബാബു, അയാൾ ഒരു സെലിബ്രിറ്റിയാണ്. സാന്ദ്ര തോമസും ഒരു അഭിനേത്രി കൂടിയാണ്. ഇപ്പോൾ രണ്ടുപേരും ഇപ്പോൾ ഇതിൻ്റെ പേരിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വ്യക്തി അധിഷ്ഠിത ആരോപണങ്ങൾ വരെ, സ്ക്രീൻഷോട്ട് വരെ പുറത്തുവിടുമെന്നുള്ളതാണ് വാദം. ഇപ്പോൾ ഈ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ അതുമായി ബന്ധപ്പെട്ട് വിജയ് ബാബു ഇപ്പോൾ രണ്ടുപേരും മണിക്കൂറുകളുടെ ഇടവേളയിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുക. വിജയ് ബാബു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: നിയമം പരിശോധിക്കുന്നത് വിജയ് ബാബുവിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ല, മറിച്ച് അസോസിയേഷൻ്റെ ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. നിയമത്തിൻ്റെ കണ്ണിൽ എങ്ങനെ എന്നുള്ളതാണ് അത് കോടതി വിലയിരുത്തും. അത്രേ എനിക്കും പറയാനുള്ളൂ. സാന്ദ്ര ഇനി ഓക്കാനിക്കുമ്പോഴാണ് സൂക്ഷ്മത പുലർത്തിയാൽ സമൂഹത്തിൽ അപഹാസ്യരാവാതിരിക്കാമെന്ന് ഓർത്താൽ നന്ന്. റീപോസ്റ്റിംഗ് ഫേസ്ബുക്ക് നേരത്തെ ഫ്രൈഡേ ഫിലിം ഹൗസുമായിട്ട് ബന്ധപ്പെട്ട് സാന്ദ്ര തോമസിന്റെ അവകാശം തള്ളിക്കൊണ്ട് വിജയ് ബാബു ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതൊന്നുകൂടി ഇട്ടിരിക്കുകയാണ്. സാന്ദ്ര തോമസിന് ഫ്രൈഡേ ഫിലിം ഹൗസിനെ പ്രതിനിധീകരിക്കാനും യോഗ്യതയില്ലാത്ത തസ്തികകളിലേക്ക് മത്സരിക്കാനും കഴിയില്ല. സാന്ദ്ര തന്റെ സ്ഥാപനത്തെ പ്രതിനിധീകരിച്ച് അവർ മത്സരിക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്ഥാനത്തേക്ക് മാത്രമേ മത്സരിക്കാൻ കഴിയൂ. ആരാണ് അതിനെ എതിർക്കുന്നത്? അവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. എനിക്കറിയാവുന്നിടത്തോളം സെൻസർ വ്യക്തികൾക്കല്ല, സ്ഥാപനത്തിനാണ്. കോടതി അത് വ്യക്തമാക്കിയിട്ടുണ്ട്. കുറച്ചു കാലം ഫ്രൈഡേ ഫിലിം ഹൗസിനെ പ്രതിനിധീകരിച്ച് അവർ 2016 നിയമപരമായി വേർപിരിഞ്ഞു. എല്ലാം കോടതി നോട്ടറി ചെയ്തു. അവരുടെ വിഹിതമോ അതിൽ കൂടുതലോ വാങ്ങിയ ശേഷം 10 വർഷമായി ഫ്രൈഡേ ഫിലിം ഹൗസുമായി അവർക്ക് ഒരു ബന്ധവുമില്ല. കോടതി തീരുമാനത്തെ മാനിക്കുന്നു. അതായത് ഫ്രൈഡേ ഫിലിം ഹൗസുമായിട്ട് അവർക്കിപ്പോൾ ഒരു ബന്ധമില്ല. അവർ നിയമപരമായി രണ്ടുപേരും 2 വഴിക്ക് പിരിഞ്ഞു. എല്ലാ അവകാശങ്ങളും കൊടുത്തു, അതിൽ കൂടുതലും കൊടുത്തു എന്നാണ് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ക്രീൻഷോട്ട്, സാന്ദ്ര തോമസ് സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിടി. ഇവർ 2010 മുതൽ സൗഹൃദത്തിലായിരുന്നു. അപ്പോൾ ചില സ്വകാര്യ സംഭാഷണങ്ങളൊക്കെ സ്വാഭാവികമായി നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സ്ക്രീൻഷോട്ടുകളൊക്കെ എൻ്റെ കൂടുതൽ വിളച്ചിലെടുത്ത് ഞാൻ പുറത്തുവിടും എന്നുള്ളതാണ് സാന്ദ്ര തോമസ് ഒരു ഭീഷണി സ്വരത്തിൽ പറഞ്ഞത്. ഈ വിജയ് ബാബുവിനെതിരെ സമാനമായ പരാതി നേരത്തെ വന്നിരുന്നു. അതിൽ അദ്ദേഹം എത്രത്തോളം ആരോപണ മുക്തനായിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിൽ വിജയ് ബാബു മറുപടി പറയുകയാണ്: പ്ലീസ് റിമെമ്പർ, ടെക്നോളജി ഈസ് ഫോർ എവരി വൺ. My iCloud and all the chats are here with me too from 2010. Keep your narratives for you and for your fake limelight by taking names of people who has made a mark and are successful in their own ways. Do not exhibit your jealousy in public. Don't provoke me. Then I will have my narrative along with solid proof. Thanks Sandra. I love animals. They are more trustworthy than humans. അതായത് എൻ്റെ കയ്യിലും സ്ക്രീൻഷോട്ടുകളൊക്കെ ഉണ്ട്. വേണ്ടി വന്നാൽ ഞാനത് പുറത്തുവിടും. നിങ്ങളുടെ വാദങ്ങൾ അറിയിച്ചോളൂ. എനിക്ക് എൻ്റെ വാദങ്ങളും പറയാനുണ്ട് വിത്ത് പ്രൂഫ്. എൻ്റെ കയ്യിൽ അതിൻ്റെ തെളിവുകളും ഉണ്ടെന്നാണ് പറയുന്നത്. സാന്ദ്ര തോമസ് ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു: വിജയ് ബാബുവിനേക്കാളും ഭേദം വിജയ് ബാബുവിൻ്റെ പട്ടിയാണ്, അതിനെ വിശ്വസിക്കാം. അപ്പം അതിനും കൂടി ഇതിൻ്റെ ഒരു മറുപടി ഇട്ടിട്ടുണ്ട്. ഒരു കുറുനരിയുടെ പടമാണ് ഇട്ടേക്കുന്നത്. എനിക്ക് മൃഗങ്ങളെ ഇഷ്ടമാണ്. കാരണം മൃഗങ്ങളെക്കാൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ്, മനുഷ്യരെക്കാൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ് മൃഗങ്ങൾ എന്നതാണ് വിജയ് ബാബു 14 മണിക്കൂർ മുമ്പ്. ഇനി അതിനുശേഷം സാന്ദ്ര തോമസ് എന്താ പറഞ്ഞിട്ടുണ്ട്? അത് സാന്ദ്ര തോമസ് പറഞ്ഞിരിക്കുന്നത് വിജയ് ബാബുവിന് പട്ടിയെ വിശ്വസിക്കാം, പട്ടി വിജയ് ബാബുവിനെ വിശ്വസിക്കുന്നതിനാണ് പേടി എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്കറിയാം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞതുപോലെ 3 പടങ്ങൾ സ്വതന്ത്രമായി നിർമ്മിച്ചിരിക്കണം എന്നുള്ളൊരു ബൈലോ ഉണ്ട്. അതിന് പ്രകാരം ഈ ഭരണാധികാരിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ 2 ചിത്രങ്ങൾ മാത്രമാണ് സ്വതന്ത്രമായി സാന്ദ്ര തോമസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാന്ദ്ര തോമസിന് 3 ചിത്രങ്ങൾ ഇല്ലാത്തതിൻ്റെ പേരിൽ അത് പത്രിക തള്ളിയപ്പോൾ സാന്ദ്ര തോമസ് അവിടെ വലിയൊരു നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചു. അതായത് മത്സരിക്കാൻ ആർക്കാണ് പേടി, മത്സരിച്ച് തോൽപ്പിച്ച് കാണിക്കുമോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭരണാധികാരി പറഞ്ഞു എനിക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല, നമ്മൾ ബൈലോ പ്രകാരമാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ അയാളെ ചോദ്യം ചെയ്യാനൊക്കെ തയ്യാറായി.
അപ്പോഴത്തെ എല്ലാവരും ഇടപെട്ട് മേനക സുരേഷ് കുമാറൊക്കെ എഴുന്നേറ്റ് നിന്ന് ബഹളം ഉണ്ടാക്കി. അപ്പോൾ സ്വാഭാവികമായും ഈ പറഞ്ഞതുപോലെ ഇതിൽ സാന്ദ്ര തോമസ് കോടതിയിൽ പോകാമെന്ന് പറഞ്ഞു. കോടതിയിൽ പോയാൽ അനുകൂല വിധി കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ കോടതിയും ഇത് അംഗീകരിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അതിനും സാന്ദ്ര തോമസ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. വിധി നിരാശാജനകം, അപ്രതീക്ഷിതം, നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഭാവി നടപടികൾ സ്വീകരിക്കുമെന്നാണ് മറുപടി ഇട്ടിരിക്കുന്നത്. അതിന് 3 ദിവസം മുമ്പ് സാന്ദ്ര തോമസ് ഇട്ട പോസ്റ്റ് ഇതാണ്: ചിലരുടെ നിലനിൽക്കാത്ത കുതന്ത്രങ്ങൾ മറനീക്കി പുറത്തു വരുന്ന ഒരു തമാശയായി മാത്രം നമുക്കതിനെ കാണാം. ഞാൻ 2016 വരെ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ മാനേജിംഗ് പാർട്ണറായിരുന്നുവെന്ന് വിജയ് ബാബു സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരർത്ഥത്തിൽ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ പേരിൽ 2016 വരെ പുറത്തു വന്ന സെൻസർഷിപ്പ് ക്രെഡിറ്റും മാനേജിംഗ് പാർട്ണർ ആയിരുന്ന എൻ്റെ പേരിലാണെന്നും ഇതിൽ നിന്നും വ്യക്തമാണ്. 2016 ശേഷം ഫ്രൈഡേ ഫിലിം ഹൗസിൽ ഞാനൊരു അവകാശവാദവും ഉന്നയിച്ചിട്ടില്ല. എൻ്റെ വാദം കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ നിയമാവലി പ്രകാരം ഞാൻ മാനേജിംഗ് പാർട്ണർ ആയിരുന്നപ്പോഴുള്ള എല്ലാ സിനിമകളുടെയും സെൻസർഷിപ്പ് ക്രെഡിറ്റ് എൻ്റെ പേരിലുള്ളതാണെന്നാണ്. അതിനാൽ KFPAയുടെ റെഗുലർ മെമ്പറായ എനിക്ക് അസോസിയേഷൻ്റെ കീ പോസ്റ്റിൽ നിയമപരമായി മത്സരിക്കാം. അതിനെ നിയമപരമായി ഖണ്ഡിക്കാവുന്ന ഒന്നും വിജയ് ബാബുവിൻ്റെ പോസ്റ്റിലില്ല. ഞാൻ പാർട്ണർഷിപ്പ് ഒഴിഞ്ഞില്ലയോ എന്നുള്ളത് ഇവിടെ തർക്ക വിഷയമേ അല്ല. എന്നാൽ 2016 വരെ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ മാനേജിംഗ് പാർട്ണർ ആയിരുന്നു എന്നുള്ളത് തർക്കമറ്റ വസ്തുതയാണ്. നിയമം പരിശോധിക്കുന്നത് വിജയ് ബാബുവിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ല, മറിച്ച് അസോസിയേഷൻ്റെ ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. നിയമത്തിൻ്റെ കണ്ണിൽ എങ്ങനെ എന്നുള്ളതാണ് അത് കോടതി വിലയിരുത്തുമെന്നാണ് അന്ന് പറഞ്ഞത്. ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്നവർ സൂക്ഷ്മത പുലർത്തിയാൽ സമൂഹത്തിൽ അപഹാസ്യരാകാതിരിക്കാമെന്ന് ഓർത്താൽ നന്ന് എന്ന് പറഞ്ഞാണ് അത് അവസാനിപ്പിച്ചിരിക്കുന്നത്. അതിലാണ് വിധി മറിച്ചായാൽ ഈ എന്ത് തരത്തിൽ പ്രതികരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്നത്. സാന്ദ്രയെ പിന്തുണച്ചത് തെറ്റായിപ്പോയെന്ന് മേജർ രവിയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് മേജർ രവിക്കും സാന്ദ്ര തോമസ് മറുപടി പറഞ്ഞിട്ടുണ്ട്. ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. മേജർ രവിയുടെ അഭിമുഖമാണ് ഈ പോസ്റ്റിന് ആധാരം. ആദ്യമായി പറയട്ടെ, ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പിന്തുണ അഭ്യർത്ഥിച്ചിട്ടില്ല. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്നെ വിളിക്കുകയാണ് ഉണ്ടായത്. വിളിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചുരുക്കി പറയാം. വർഷങ്ങളായി അസോസിയേഷന് തലപ്പത്തിരിക്കുന്ന സുരേഷ് കുമാറിനെ സംബോധന ചെയ്തത് തെണ്ടി എന്നും നിലപാടില്ലാത്തവനെന്നും അപ്പോ കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്നവനെന്നുമാണ് സുരേഷ് കുമാർ എന്നാണ് മേജർ രവി പറഞ്ഞത്. ഇത് നിഷേധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സിനിമാ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന സുരേഷ് കുമാറിൻ്റെ മരുമകനെ സംബന്ധിച്ച് പറഞ്ഞത് സ്വന്തം പണം കൊണ്ട് സിനിമ നിർമ്മിക്കാതെ അന്യ സ്ത്രീകളെ പറ്റിച്ച് അവരുടെ പണം കൊണ്ട് സിനിമ നിർമ്മിച്ച് സ്വന്തം പേര് വയ്ക്കുന്നവനെന്നാണ്. അതുമാത്രമാണോ? മേഘം എന്ന സിനിമയുടെയും വെട്ടം എന്ന സിനിമയുടെയും നിർമ്മാണ ആവശ്യത്തിന് സുരേഷ് കുമാറിൻ്റെ കയ്യിൽ മേട്ടുപ്പാളയത്തിലെ ഷൂട്ടിങ്ങിന് പണമില്ലാതെ വന്നപ്പോൾ ഞാൻ പണം കടം കൊടുത്താണ് ആ സിനിമ പൂർത്തീകരിച്ചതെന്നാണ് മേജർ രവി എന്നോട് പറഞ്ഞത്. കൂടാതെ മറ്റു പല വിവരങ്ങളും എനിക്ക് കൈമാറിക്കൊണ്ടൊരു ഉപദേശവും നൽകി. ഇവർക്കെതിരെ പോരാടുമ്പോൾ എല്ലാ വിവരങ്ങളും അറിഞ്ഞിരിക്കണം, കാരണം അത്ര നാറികളാണ് ഇവരെല്ലാം എന്നാണ് മേജർ എന്നോട് പറഞ്ഞത്. ഇതെല്ലാം നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? കൂടുതൽ നീട്ടുന്നില്ല, പറയാനാണെങ്കിൽ കുറച്ചുകൂടി പറയാം. നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും എൻ്റെ കാതിൽ വീണ്ടും വീണ്ടും മുഴങ്ങിയാണ്. ഞാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ സത്യവിരുദ്ധമാണെങ്കിൽ എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഞാൻ മേജറിനെ വെല്ലുവിളിക്കുന്നു. ഒരു മനുഷ്യൻ തരം താഴാം, പക്ഷെ അതപ്പതിക്കരുത്. ബഹുമാന്യനായ സുരേഷ് കുമാറിന് ഞാൻ ഈ എഴുതിയത് വായിച്ച് എന്നോട് വൈരാഗ്യം തോന്നേണ്ട. ശ്രീ മേജർ രവി എന്നോട് പറഞ്ഞ കാര്യങ്ങളിൽ ചിലത് മാത്രമാണിത്. ഇത് അദ്ദേഹം പറഞ്ഞതല്ല എന്ന് ശ്രീ മേജർ രവി പറയുമോ? എങ്കിൽ കൃത്യമായ തെളിവ് ഞാൻ ഹാജരാക്കാം. മേജർ രവിയെ കൊണ്ട് അങ്ങനെ മാറ്റിപ്പറയിപ്പിക്കാൻ ശ്രമിച്ചവർ ആരായാലും വലിയ ദ്രോഹമാണ് അദ്ദേഹത്തോട് ചെയ്തത്. അപ്പോൾ സാന്ദ്രയെ പിന്തുണച്ച് തെറ്റായിപ്പോയെന്ന് മേജർ രവി പറഞ്ഞതോടുകൂടിയാണ് മേജർ രവി മേനക സുരേഷ് കുമാറിനെ മേജർ രവി മാത്രമല്ല മമ്മൂട്ടിയും വലിച്ചടച്ചായിരുന്നു. ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് മമ്മൂട്ടി പറഞ്ഞു. അത് താല്പര്യമില്ലാന്ന് സാന്ദ്ര പറഞ്ഞപ്പോൾ മമ്മൂട്ടിയുമായിട്ടൊരു സിനിമ പ്ലാൻ ചെയ്തിരുന്നു. അതിൽ നിന്ന് പിന്മാറുന്നു എന്ന് മമ്മൂട്ടി പറഞ്ഞു. അങ്ങനെ മമ്മൂട്ടിയുടെ പേരിലും ഇപ്പൊ സാന്ദ്ര തോമസ് പഴി കേൾക്കുന്നുണ്ട്. സാന്ദ്ര തോമസ് നേരത്തെയും ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ രംഗത്ത് വന്നിരുന്നു. ഒരു ലൈംഗിക ചുവയോടെ തന്നെ സമീപിച്ചു എന്നുള്ളതായിരുന്നു ആരോപണം. അപ്പൊ അതിൽ പ്രതിഷേധിച്ചാണ് കഴിഞ്ഞ ദിവസം അവർ മൊത്തം പർദ്ദയൊക്കെ ഇട്ടുണ്ട് വന്ന് ഒരു പ്രതിഷേധമൊക്കെ നടത്തിയത്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ വിജയ് ബാബുവായിട്ടുള്ള തർക്കമാണ് ഇപ്പോൾ പൊതുമധ്യത്തിലേക്ക് എടുത്തിട്ടേക്കുന്നത്. കാര്യം രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നു. രണ്ടുപേരും തമ്മിൽ നിൽക്കേണ്ട ഒരു വിഷയം ഇപ്പോൾ രണ്ടുപേരുടെ ഫേസ്ബുക്ക് വാളിലാണ് വന്നേക്കുന്നത്. ഇപ്പോൾ വിജയ് ബാബുവിൻ്റെ പട്ടി അങ്ങനെയാണല്ലോ സാന്ദ്ര തോമസ് പറഞ്ഞത്. അപ്പോൾ അതിനാണ് ഇപ്പോൾ വിജയ് ബാബു അവസാനം മറുപടി കൊടുത്തേക്കുന്നത്. When the partnership was dissolved, I adopted one instead of you. Yes, Sandra, you are right. It is more trustworthy than you. അപ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധം വേർപെടുത്തിയപ്പോൾ നിനക്ക് പകരം ഞാൻ വേറൊരാളെ അഡോപ്റ്റ് ചെയ്തു, ദത്തെടുത്തു. ഇത് നിന്നേക്കാൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന സാധനമാണ് കൊടുത്തേക്കുന്ന വീട്ടിലെ പട്ടിയുടെ പടം. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ വലിയ സെലിബ്രിറ്റികളായിട്ട് കരുതുന്ന അവരുടെയൊക്കെ യഥാർത്ഥ മാനസിക നില ഇപ്പോൾ അതാണ് അവസ്ഥ. സാധാരണ ശരാശരിയേക്കാൾ താഴെ മനുഷ്യരെക്കാൾ കഷ്ടമായിട്ട്
രണ്ടുപേര് തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട സാധനം തെരുവിലേക്ക് വലിച്ചഴിക്കുക. പൊതുമധ്യത്തിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയും. രണ്ടു കൂട്ടർക്ക് നഷ്ടമുണ്ട്. ഈ മലർന്നു കിടന്ന് തുപ്പുക എന്നൊക്കെ കേട്ടു. തീർച്ചയായിട്ടും അതേ അവസ്ഥയിലോട്ട് ആ നിലവാരത്തിലേക്ക് എത്തുകയാണ്.